മകളുടെയും മകന്റെയും കുഞ്ഞിനെ വേർതിരിച്ച് കാണുന്നോ? ഇനിയേറ്റ എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് ഭർത്താവിന്റെ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്തേ കാണിച്ചോണ്ടിരിക്കുന്നത്? വീട് മുഴുവനും വരച്ച് നാശമായിക്കൊണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ? പൂരത്തം കെട്ട ചെക്ക. എന്താന്നേ, എന്തിനാ എപ്പോ നോക്കി എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നത്? അവന് അതിന് മാത്രം എന്താ ചെയ്ത്? എന്താന്നോ നീ ഇതൊന്നും കാണുന്നില്ലടാ? വീട് മുഴുവൻ അങ്ങനെ ചോക്കൊണ്ട് വരച്ച് വരച്ച് നാശമാക്കുക. ഇതാണ് അവന്റെ കളി. ഏത് വീട് മൊത്തമ്മേ? അവന് പറഞ്ഞാ മനസ്സിലാകുന്ന കുട്ടിയാ. ഇവിടെ ഏതെങ്കിലും ചുവരിൽ അവൻ വരച്ചിട്ടുണ്ടാ? താഴെയല്ലേ വരയ്ക്കുന്നുള്ളൂ. ഇത് മാച്ചാ പോവില്ലേ? എന്ത് പറഞ്ഞാ മനസ്സിലാവുന്ന കുട്ടി? ഈ ടൈൽസിൽ വരച്ചിട്ടാണ് അവന്റെ കളി. അവന് ബുക്കോ സ്ലേറ്റ് ഒന്നും ഇല്ലേ വരയ്ക്കാനായിട്ട്? കുഞ്ഞ് ട്രെയിനും ബസ്സൊക്കെ അകത്ത് പോയിട്ട് സ്ലേറ്റിൽ വരച്ച് കളിക്കി, അല്ലാണ്ട് ഇവിടെയല്ല. പോടാ പോ. അമ്മ എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞ ആ കുഞ്ഞിന്റെ കോലം എന്താവും? അമ്മയ്ക്ക് അവന്റെ കൂടെ കുറച്ച് ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നൂടെ? പിന്നെ ചിരിച്ചു കളിക്കാൻ പറ്റൊരു സാധനം ഏത് നേരം കുരുത്തക്കടന്നെയാ. നീ നിന്റെ ഭാര്യന്റെ അടുത്ത് പറഞ്ഞിട്ടെ അഞ്ചുന്റെ റൂമൊന്ന് വൃത്തിയാക്കാൻ പറയും. അഞ്ചു ഇങ്ങോട്ട് വരുന്നുണ്ടാ? അതെന്താ അമ്മ എന്നോട് പറയാത്ത? അവരാരും ഇവിടെ ഇരിക്കാൻ വരുന്നൊന്നും ഇല്ലടാ. കുഞ്ഞു മാത്രമേ വരുന്നുള്ളൂ. അവരാക്കിട്ട് പോകുന്നാ പറഞ്ഞത്. പാറു മാത്രം നിൽക്കുന്നുള്ളൂ. അതെന്താ അവരെവിടെ പോവാ? അവൾക്കെന്തോ ടീച്ചർമാരുടെ മീറ്റിംഗ് ഉണ്ട് അത്രേ തൃശ്ശൂര്. പോയാ 4 ദിവസം ആവുന്നാ പറഞ്ഞത്. അതാ ഇപ്പൊ പാറക്കുട്ടിനെ ഇങ്ങോട്ട് വിടാൻ വരുന്നത്. അല്ല അപ്പോ അവളില്ലാണ്ടേ കുഞ്ഞോട് ഒറ്റയ്ക്ക് നിൽക്കുവോ? അവൾക്ക് ഞാൻ ഉണ്ടെങ്കിൽ അമ്മയൊന്നും വേണ്ട. എത്ര ദിവസം വേണമെങ്കിലും കുട്ടി എന്റെ കൂടെ നിൽക്കും. എന്നാ പിന്നെ ഇപ്പൊ അഞ്ജുവിന്റെ റൂം വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടാ? കുഞ്ഞമ്മനോട് കിടക്കില്ലേ? ആ നല്ല കാര്യായി. നിനക്ക് അറിയില്ലടാ പാറുവിന്റെ സ്വഭാവം. അഞ്ജുവിനെ പോലെ തന്നെയാ. വൃത്തിയും വെളുപ്പും കുറച്ച് കൂടുതലാ. അല്ലെങ്കിലും അവൾ അവിടെ കിടക്കൊന്നുമില്ല. അഞ്ജുവിന്റെ റൂമിലേ ഇരിക്കുവോ? അവക്ക് ജോലിക്ക് പോകാനായില്ലമ്മ, സമയം ഉണ്ടായില്ലല്ലോ. എന്നാലും 2-3 ദിവസം ലീവ് എനിക്ക് ബാക്കിയുണ്ട് ഈ മാസേ. ഇന്ന് ഞാൻ ലീവ് എടുക്കാം. ഞാൻ വൃത്തിയായി തരുന്നുണ്ട്. ഡാ ആ വെള്ളം കൊണ്ടുവന്നിട്ടേ ഇതൊക്കെ ഒന്ന് മായ്ക്ക് വേഗം. അച്ഛമ്മ കുഞ്ഞ് കളിച്ചു കഴിഞ്ഞിട്ട് വായിക്കാം. എടാ പറഞ്ഞത് കേട്ടാ മതി, അല്ലാണ്ട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട. വലിച്ചേണ്ട മായ്ക്കാത്രേ. ഓ വേഗം പോയി വെള്ളം എടുത്ത് മായ്ക്കാൻ നോക്ക്. എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നു. ഇതെന്താ ഡ്രസ്സൊന്നും മാറ്റാണ്ട് നിക്കുന്നത്? പോവാൻ സമയമില്ലേ? വേഗം പോയി മാറ്റ്. ഇല്ലടാ, ഞാനേ ഇന്ന് ലീവ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പാറക്കുട്ടിയെ ഇന്നിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ആ റൂം ഒന്ന് വൃത്തിയാക്കി ഇട്ടേ വരട്ടെ. ആ അമ്മ ഫോണിൽ രാവിലെ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലേ ഏട്ടനൊന്നും ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കണേനെ. ആ അത് ശരിയാണ്, നിനക്ക് സമയല്ലേ. എന്നൊരു കാര്യം ചെയ്യാം, നിന്നെ കൊണ്ട് വിട്ട് വന്നിട്ടേ എന്ന് ക്ലീൻ ആക്കാം. ഇപ്പൊ വേണ്ട, ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് മതി. പിന്നെ 3 മണിക്ക് സ്കൂൾ വിട്ടതിന് ശേഷം ഒരു 2 മണിക്കൂർ അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കി പോരെ. ഇതിപ്പോ പാവം സ്കൂളും കഴിഞ്ഞ് ട്യൂഷനും വിട്ട് വരുമ്പോഴത്തേക്ക് ആകെ ടയേർഡ് ആവുന്നുണ്ട്. ചെറിയ മോനല്ലേ. എടോ, ആ പൊടിക്കുഞ്ഞിനെ ട്യൂഷൻ അയക്കാൻ എനിക്ക് താല്പര്യമില്ല. കളിക്കണ പ്രായമല്ലേ. പക്ഷെ അമ്മ അവനെ നോക്കില്ല പറഞ്ഞാൽ എന്താക്കാനാ? നീ 5 മണിക്കേ ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുള്ളൂ. എനിക്കാണെങ്കിൽ 6 മണിക്കേ കഴിയുള്ളൂ. അതുവരെ മോൻ എന്താക്കും? അതിലിപ്പോ 3 മണിക്ക് സ്കൂൾ കിട്ടി കഴിഞ്ഞിട്ട് 2 മണിക്കൂർ വെറുതെ ആ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടിരുന്നത്. കളിക്കേണ്ട സമയം അവന്റെ. ഒന്നാമത് അമ്മയും അവൻ തമ്മിൽ ചെയ്യേണ്ട സന്ധ്യ. അതുകൊണ്ടാ അവര് തമ്മിൽ ചേരായിട്ടൊന്നുമല്ല. കുഞ്ഞിനെ നല്ലപോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ തിരിച്ചു അവൻ അങ്ങനെ തന്നെയല്ലേ പെരുമാറാ. ഇതിപ്പോ ഏത് നേരം അവൻ ഓരോന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലേ അവനും ദേഷ്യം പിടിക്കല്ലേ. എന്റെ വീട്ടിൽ പോകുമ്പോ നോക്ക് എന്തൊരു സ്നേഹമാ. അതെന്തുകൊണ്ടാ? അവര് ഇതിന് നിൽക്കുന്നോണ്ട് തന്നെയാ. ഇവിടുന്ന് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അമ്മയ്ക്കൊന്ന് കൊണ്ടാക്കിയാലോ എന്താ? നമുക്ക് 2 8 മണിക്ക് ഇറങ്ങണമായിരുന്നു. അല്ലെങ്കിൽ ആ 10 മിനിറ്റ് സ്കൂളിനെ ആ 8:30 അമ്മയ്ക്ക് ഓട്ടോക്കാരൻ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്റെ മോൻ എത്ര നേരം സ്കൂളിൽ വെറുതെ പോയിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആക്കാൻ ആള് വേണ്ടേ. ഇതിപ്പോ വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് എന്താ കാര്യം? എന്തായാലും അമ്മ അവനെ കൊണ്ടാകില്ല. ഈ നടക്കുന്ന കാര്യം വല്ലതും പറ. എന്ത് നടക്കാനിട്ടേട്ടാ? ഇതിപ്പോ മോളുടെ കുട്ടിയാണെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്യോ? അവള് സ്കൂളിൽ കൊണ്ട് വിടാനും വിളിച്ചിട്ട് വരാനും ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനൊക്കെ എല്ലാം ചെയ്തു കൊടുക്കും. ഇപ്പൊ എന്റെ മോനായതുകൊണ്ട് മാത്രമാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൾ 4 ദിവസം നിൽക്കാൻ വരുന്നു പറഞ്ഞപ്പോ അമ്മ എന്തൊരു സന്തോഷത്തില്ല. അഥവാ ഇവിടെ ഇല്ലെങ്കിൽ തന്നെ എല്ലാ ആഴ്ചയും നോക്കാൻ പോയില്ലേ ഓരോ സാധനങ്ങൾ കെട്ടിപ്പറക്കിയിട്ട്. അല്ലെങ്കിൽ ഈ അമ്മായിമാർക്കും മകളുടെ കുട്ടിയും മരുമകളുടെ കുട്ടിയും വേറെ തന്നെയാ. നീ വെറുതെ അതൊന്നും പറഞ്ഞല്ലേ. എനിക്ക് പോവാൻ സമയല്ലേ, വാ അവിടുന്ന്. വെറുതെ ഒന്നല്ല ഏട്ടാ, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. പാറുവിനെ പോലെ തന്നെയല്ലേ എന്റെ മോനും. സ്കൂൾ ഉണ്ടായി പോയി, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ട് വിടായിരുന്നു. അവരാണെങ്കിലേ ഒന്നുപോലെ നോക്കിയെന്നെ.
എന്താടി മോളെ നീ പറയുന്നത്? ഒരു 5 മിനിറ്റ് പോലും നിനക്ക് വീട്ടിൽ വരാനുള്ള സമയമില്ല? എപ്പോഴും തിരക്കന്നെ പെണ്ണിന്. ശരി ശരി, ഇനി പറഞ്ഞു പറഞ്ഞിട്ട് വരാൻ നിൽക്കൊന്നും വേണ്ട. എന്തായാലും ഇങ്ങോട്ട് വരണ്ട. അവന്റെ കാറും കൂടി ഇവിടെ ഉണ്ട്. പിന്നെ കയറി കഴിഞ്ഞാൽ വളയ്ക്കാനും തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. നീ ഒരു കാര്യം ചെയ്യ്, ആ ജംഗ്ഷനിൽ നിർത്ത്, അമ്മ അങ്ങോട്ട് വരാം. ആടി പിണങ്ങിട്ട് പറയൊന്നുമല്ല, ഞാൻ വരാം. ശരി ശരി. ഏത് നേരം തിരക്കന്നെ. അങ്ങനെയുണ്ടോ ഒരു പൊണ്ണ്? അവന് സുന്ദരി കുട്ടി മോളങ്ങ് വലുതായില്ലേടാ. അമ്മമ്മനെ കാണണ്ട എങ്ങനെ ഇത്രയും ദിവസം ഇരുന്നത്. അഞ്ചടാ ഓടിയൊക്കെ വിട്ട് നല്ല ആൺകുട്ടിനെ പോലെ ഉണ്ട്. ആരാ വേണ്ടി തന്ന? അച്ഛടാ പപ്പ വേണ്ടി തന്നടാ. നല്ല അടിപൊളി ഉണ്ട് കേട്ടോ കാണാൻ. മോള് രാവിലെ എന്താ കഴിച്ച്? ഒന്നും കഴിച്ചില്ല. അമ്മ ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചില്ലേടാ? അമ്മ ഒന്നും തന്നില്ലേ? ഇല്ല. അമ്മോടാ കുഞ്ഞിന് വേണ്ടി ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി തരാം കേട്ടാ. കെട്ടിപ്പിടിക്ക. എടാ നാര വന്നിരിക്കണ നോക്ക്. അമ്മമ്മമ്മോ ഇതാര പാറുക്കുട്ടിയാന്നോ? മുടിയൊക്കെ വെട്ടി സുന്ദരിയായല്ലോ. അല്ല കുഞ്ഞുശ്ശേരി 2 ദിവസം സ്കൂളിൽ നിന്നും പോണ്ട? പാരു സ്കൂളിൽ പോവാണ്ട് പാറുണ്ട് അടിയോ. മോളെ ABC ഒന്ന് അങ്ങൾക്ക് പാടിക്കൊടുക്ക്. ABCDEFG HIJKLMNOP QRS TUV WX കണ്ടാ കണ്ണ് തട്ട എന്റെ കുഞ്ഞിന്. ഉപ്പം മുളക് ഇട്ട് നന്നായി ചൂറ്റിയിട്ട് അങ്ങോട്ട് എറിയണം. കണ്ടാ എടാ നിന്റെ ചെക്കൻ്റെ അതേ പ്രായമല്ലേ എന്റെ മോക്ക്? ഒരു നോക്ക് എത്ര മണിയായിട്ടാ പാടുന്ന ഡാൻസ് കളിക്കുന്നൊക്കെ. നിന്റെ ചെക്കന് വല്ലതും അറിയോടാ? അമ്മയെ കുഞ്ഞുങ്ങളെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യല്ലേ? അവനൊക്കെ നന്നായിട്ട് അറിയാം. അല്ല അമ്മ എപ്പോഴെങ്കിലും അവനോട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ? എന്ത് ചോദിക്കാനാടാ? ഏത് നേരം അവിടെ ഇവിടെയും വരച്ച് ഓടിച്ചാടി കളിക്കുന്നവന്റെ അടുത്ത് അടുപ്പിനെ കുറിച്ച് എന്തറിയാ അതിന്? പിന്നെ ഈ പ്രായത്തിലാണമ്മ കുട്ടികൾ എപ്പോഴാണമ്മേ കളിക്കേണ്ടത്? ഒന്നാമത് ആൺകുട്ടിയല്ലേ, അതിന് കുറച്ച് കുരുത്തക്കേടൊക്കെ വേണം. അമ്മയ്ക്ക് ആ 2 മണിക്കൂർ പോലും നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കളിച്ച് കിടക്കുന്ന ആ പ്രായത്തിൽ ഇപ്പൊ ട്യൂഷനും ഉണ്ടാക്കിയത് ഞാൻ. അത്രയും നേരം ട്യൂഷൻ ഉള്ളതുകൊണ്ട് എനിക്കൊരു മനസ്സമാധാനം. അല്ലെങ്കിൽ ഈ ചെക്കനെയും കൊണ്ടേ ഞാനിവിടെ പൊറുതി മുട്ടിയിട്ടുണ്ടാകും. പാറുക്കുട്ടി വാ, താഴെ ഇറങ്ങ്, കുഞ്ഞൂസിനോട് കളിക്ക്. എത്ര ടോയ്സ് ഉണ്ടെന്ന് അറിയാം ഏട്ടൻ വാങ്ങി വെച്ചത്. പിന്നെ ആ ചെക്കൻ്റെ കൂടെ 2 ദിവസം വിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ കുട്ടീന്റെ സ്വഭാവം മാറും. ഉള്ള കുരുത്തക്കേട് മുഴുവൻ പഠിക്കുകയും ചെയ്യും. എന്നിട്ട് വേണം അഞ്ചു എന്നെ പിന്നെ ഇരുത്തില്ല അവള്. മോൾ ആ ചെക്കൻ്റെ കൂടെ കളിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മമ്മ കുറെ പാട്ടും ആദ്യം എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടാ. കുറെ ടോയ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വാ കാണിച്ചു തരാം. ഈ അമ്മ എന്ത് സ്വഭാവം ഈ കാണിക്കുന്നേ? കുഞ്ഞിന്റെ സ്കൂളിൽ പോണ്ട? കുഞ്ഞിന്ന് സ്കൂളിൽ പോകണ്ട കേട്ടോ. അച്ഛനിന്ന് ലീവല്ലേ. പിന്നെ പാറക്കുട്ടിയും വന്നിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി കളിക്കാം കേട്ടോ. പക്ഷേ പാറുവിന്റെ കൂടെ കളിച്ചാൽ അച്ഛമ്മ ചീത്ത വരില്ലേ? അത് അച്ഛമ്മ വെറുതെ പറഞ്ഞ, കുഞ്ഞു പാറുവിനോട് കളിച്ചോ കേട്ടോ. ഓക്കെ അച്ഛാ, പാറുവിന്റെ ടോയ്സ് എടുക്കും. പാറു അവിടെ വലിക്കണ്ട, അച്ഛമ്മ ചീത്ത പറയും. ഡാ എന്റെ കുഞ്ഞു വന്ന് കുറച്ചു നേരം ആകുമ്പോഴത്തേക്കും അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട പറഞ്ഞിട്ട് നീ എന്താ ഓരോന്ന് കൽപ്പിക്കാൻ നിൽക്കുന്നത്? നീ ഏത് നേരം ഇവിടെ വരച്ചുകൊണ്ട് നടക്കുന്നവനല്ലേ? എന്റെ കുട്ടി വരച്ചോ കേട്ടോ. അമ്മമ്മ പാറുവിന്റെ ഒന്നും പറയില്ല. പക്ഷെ അച്ഛമ്മ കുഞ്ഞിന്റെ എപ്പോഴും ചീത്ത പറയും. അത് ജുവൻ ബാഡ് ബോയ് ആയിട്ടാ. അല്ല, കുഞ്ഞ് ബാഡ് അല്ല, കുഞ്ഞ് ഗുഡാണ്. വാ അമ്മന്റെ പൊന്നുമോള് വാ. മോക്ക് ഇഷ്ടപ്പെട്ട ഉപ്മാവ് അമ്മമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കാട്ടോ. ഇഷ്ടപ്പെട്ടടാ പൊന്നിനെ? നന്നായി കഴിക്കണേ, ഇത് വലിയ മോളാവണം. ആ പെണ്ണ് ഒന്നും തന്നില്ല എന്റെ കുഞ്ഞിന് കഴിക്കാനായിട്ട്. വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിന് ഇങ്ങനെ പട്ടിണിക്ക് ഇടുക. നന്നായി കഴിച്ചല്ലേ നല്ല വലിയ കുട്ടിയാവാ, സുന്ദരി മോളാവണ്ടേ? അമ്മമ്മ പോകുമ്പോഴത്തേക്കും തടിപ്പിക്കുന്നുണ്ട് കുഞ്ഞിനെ. അച്ഛമ്മേ, കുഞ്ഞിക്ക് ഉപ്പുമാവ് വേണം. എടാ നീ എപ്പോഴും രാവിലെ ദോശയല്ലേ കഴിക്കാ? ഇന്ന് മാത്രം എന്താ ഒരു ഉപ്പുമാവ്? നിന്റെ അമ്മ അവിടെ ഉണ്ടാക്കി വെച്ചില്ലേ ദോശ? പോയി എടുത്ത് കഴിക്കേ. എനിക്ക് പാലുണ്ട്, ഉപ്പുമാവ് വേണം. എടാ ഇത് എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിനക്ക് അവിടെ ദോശ ഉണ്ടാക്കിയിട്ടില്ലേ? പോയി എടുത്ത് കഴിക്കേ. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ചെക്കൻ്റെ കൊതി പെടും. ഓൾക്ക് വാ, ഞാൻ കഴിക്കണം കേട്ടോ. അബിന്റെ ബർത്ത്ഡേയാ. ഇന്ന് അബിന്റെ ബർത്ത്ഡേ ആയിരുന്നോ? എന്നിട്ട് എല്ലാവർക്കും കേക്കും ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നോ?
എന്ത് കേക്കായിരുന്നോ? ബാക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നോ? ഒരു മോൻ കഴിച്ചോ? ഇല്ല, അതെന്ത് പറ്റി? അച്ഛ പറഞ്ഞു ബാഡ്. അച്ഛ അങ്ങനെ പറഞ്ഞോടാ, അതുകൊണ്ട് മോൻ കഴിച്ചില്ല? നല്ല മോനാട്ടോ. പിന്നെ അമ്മ ആക്കി തന്ന ഇഡലി കഴിച്ചോ മോൻ? വലിയ കുട്ടിയാവണേ, നന്നായി കഴിച്ചിട്ട്. ട്യൂഷനിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ട്യൂഷനില് അമ്മയും മോനും വീട്ടിലും കൂടി കയറാൻ സമയമില്ലാണ്ട് എന്ത് സംസാരാ? അല്ല, ഇത് നേരത്തെ എത്തിയിരിക്കുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷം ഫീൽഡ് വർക്ക് ഉണ്ടായിരുന്നോ, പിന്നെ ഓഫീസിൽ പോയില്ല, നേരെ വന്നതാ. ആ പിന്നെ ഏട്ടാ, നാളെ തൊട്ട് 2 ദിവസം ക്ലാസ് ഉണ്ടാവില്ല അത്രേ. അവിടെ എന്തോ റെനോവേഷൻ നടക്കുക. എന്റെ ദൈവം, ഇനിയിപ്പോ എന്താ ചെയ്യാ 2 ദിവസം? എനിക്കാണെങ്കിൽ ഇപ്പൊ ഓഫീസിൽ നിന്ന് തിരിയാൻ പറ്റാതെ, ലീവും കിട്ടില്ല. ഒരു കാര്യം ചെയ്തല്ലോ, 2 ദിവസേ നിന്റെ വീട്ടിൽ കൊണ്ടാക്കുക. അങ്ങോട്ടൊന്നും വിടാൻ പറ്റില്ല ഏട്ടാ. അമ്മയ്ക്ക് ഇപ്പൊ കാല് വേദനയായിട്ടേ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. നല്ല റെസ്റ്റ് വേണമെന്നാ പറഞ്ഞത്. ഇവനറ്റ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലേ അതൊന്നും നോക്കാണ്ട് ഇവന്റെ ബാക്കിൽ അങ്ങോട്ട് ഓടിത്തിരിക്കും അമ്മ. അച്ഛനാണെങ്കിൽ തീരെ ലീവ് എടുക്കാനും പറ്റില്ല. എന്റെ ദൈവമേ, ഇതിപ്പോ ഒരു വല്ലാത്തൊരു കുരുക്കായാലോ. അഡ്മിഷന് പോയ സമയത്ത് എന്തായിരുന്നു, ലീവ് ഉണ്ടായാലും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അതാണെന്നാ പറഞ്ഞിട്ട് ഒരു മെയിൻ്റെനൻസ്. എന്തു കഷ്ടം. അല്ലടപ്പോ നിനക്ക് 2 ദിവസം ലീവ് ആക്കാൻ പറ്റുമോ? എനിക്കൊന്നും ലീവ് കിട്ടില്ല ഏട്ടാ. ആ മാനേജറിന്റെ സ്വഭാവം അറിയില്ലേ, ആ കൂടി 2 ദിവസമല്ലേ ഉള്ളൂ. അമ്മേന്റെ അടുത്ത് നോക്കാൻ പറ. ആ, അമ്മനോട് കുഞ്ഞിനെ നോക്കാൻ പറയുന്നതിനേക്കാൾ നല്ലത് ജോലി പോയാലും കുഴപ്പമില്ല കൊണ്ട് ഞാൻ 2 ദിവസം ലീവ് എടുക്കില്ല. വീട്ടിൽ നിൽക്കാൻ അമ്മന്റെ സ്വഭാവം അറിയില്ലേ. പിന്നെ അതന്നെ പറയുന്നത്, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്ക്. എന്താ ഓപ്ഷൻ? എന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റായിട്ടല്ലേ. ഇനിയിപ്പോ 2 ദിവസത്തിന് വേണ്ടി കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടാക്കാനാ? കഴിഞ്ഞ മാസം 5 എവിടെ പോണു വേണ്ടേ 4 ദിവസം പാറക്കുട്ടിനെ ഇവിടെ കൊണ്ട് നിർത്തിയില്ലേ? എത്ര നാളായിട്ട് അമ്മ നോക്കിയത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, അമ്മ കേക്കും. പറഞ്ഞു നോക്കുന്നൊക്കെ പറഞ്ഞ നിനക്ക് അറിയുന്നതല്ലേ സ്വഭാവം. ഇപ്പൊ എത്രയാ കുഞ്ഞിന്റെ കാര്യത്തിനോട് ഞാൻ കാല് പിടിക്കാൻ പോകുന്നത്. കേട്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇനിയിപ്പൊ എന്താടി ചെയ്യാ? അല്ല, നിന്റെ ഒരു അമ്മായില്ലേ, അവിടെ കൊണ്ടാക്കിയാലോ? എന്ത് വർത്താനാട്ടി പറയുന്നത്? വീട്ടിലൊരു അമ്മ ഉണ്ടായിട്ട് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല, 2 ദിവസം ഞാൻ എന്റെ അമ്മായിന്റെ വീട്ടിൽ ഇവനെ കൊണ്ടുവിടണമെന്നാ? അവരെന്താ വിചാരിക്കാ? പോട്ടെ, നാട്ടുകാരെന്താ പറയാ? എന്റെ സദ്യ എനിക്ക് അമ്മയോട് പറയാൻ പറ്റായിട്ടല്ല. ഇതിപ്പോ നമ്മൾ അങ്ങനെയും പറഞ്ഞ അമ്മ സമ്മതിച്ചു തന്നെ. നമ്മൾ പോയിട്ട് ഇങ്ങോട്ട് വരുന്നവരെ ആ കുഞ്ഞിനെ രാവിലെ ഒരു വൈകുന്നേരം വരെ ചീത്ത പറഞ്ഞോണ്ടിരിക്കില്ലേ? അതാണ് എനിക്ക് വലിയ ടെൻഷൻ. മകളുടെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ മകന്റെ കുഞ്ഞിനെ നോക്കാൻ പറ. അല്ല പിന്നെ ഇതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനാണല്ലോ ദൈവമേ. പിന്നെ അമ്മയോട് പറഞ്ഞു നോക്കട്ടെ. മിണ്ടല്ലേടാ, ഈ ചെക്കനൊന്നും എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല, ഭയങ്കര കുരുത്തക്കേടാ. നീ വേറെ എന്തെങ്കിലും വഴി നോക്ക്. വെറും 2 ദിവസത്തെ കാര്യമല്ലമ്മേ, അത് 3 മണി വരെ നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ട്, അത് അവര് തന്നെ വന്ന് വിളിച്ചിട്ട് പോകും. ഇവിടെ പോകുമ്പോഴേക്കും കുഞ്ഞുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുമേ. അമ്മ ഇന്ന് സമയത്തിന് എടുത്തു കൊടുത്താൽ മതി. എടാ, എനിക്ക് ഈ ചെക്കന്റെ പുറകെ ഓടാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. അവനാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒട്ടും അനുസരിക്കൂല്ലേ. പാറു വന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു നടന്നല്ലോ. അപ്പൊ ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ല. അമ്മ കുഞ്ഞ് അധികം കുരുത്തക്കേടൊന്നും കാണിക്കില്ല. അമ്മ ഗേറ്റ് നിന്ന് അടച്ചിട്ട് അവിടെ വെറുതെ ഇരുന്നാൽ മതി, ഇവൻ ഒറ്റയ്ക്ക് കളിച്ചോളും. അവളുടെ അമ്മയില്ലേ ഫിസിയോതെറാപ്പി ചെയ്യാൻ നിൽക്കുന്നത്? അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. 2 ദിവസം ലീവ് എടുക്കാൻ പറ, അല്ലെങ്കിൽ സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ അവർക്ക്. അമ്മ, അവളുടെ അച്ഛന് ഇപ്പൊ ലീവ് കിട്ടില്ല, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കൊണ്ടാക്കുകയാണ്. അവർക്ക് അത് സന്തോഷമുള്ളൂ. എന്റെ പൊന്നമ്മ, അമ്മ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, നാളെയും മറ്റന്നാളല്ലേ, ഒന്ന് നോക്കമ്മ. അത് ശരി, നീ നാളത്തെ മറ്റന്നാളത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ, ഞാൻ രാവിലെ അടിച്ച അഞ്ജുവിന്റെ വീട്ടിൽ പോവാൻ നിക്കുക, അതല്ലേ ഇപ്പൊ ഇത്ര ഉണ്ടാക്കുന്നത്. അവൾക്ക് എന്തോ എലക്ഷൻ ഡ്യൂട്ടി ഉണ്ട് അത്രേ, ഭയങ്കര തിരക്കാ. അല്ലെങ്കിൽ എടാ, ഇവിടെ വെക്കട, അവിടെ ഞാൻ എന്റെ പാറക്കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. നിനക്ക് വേറെ ഒന്നുമില്ല കഴിക്കാൻ? അടുപ്പോ അടുക്കളയിൽ ചോറുണ്ടാവും, എടുത്ത് കഴിക്കേ. മോന് വിഷമയോ? സാരമില്ല കേട്ടോ. അച്ഛമ്മക്ക് കുഞ്ഞിന്റെ ഇഷ്ടമില്ല. കുഞ്ഞിന് ഇഷ്ടമാണ്, അച്ഛമ്മ വെറുതെ പറഞ്ഞ കേട്ടോ. മോനെ അവിടെ പോയി കളിച്ചോ, അവിടെ പോയിട്ട് കളിച്ചോട്ടാ. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണേ. ഞാനും അമ്മന്റെ മോൻ തന്നെയല്ലേ, അത് ഒരു മോള് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ അവളുടെ കുഞ്ഞിന് വേണ്ടിട്ടല്ലേ കെട്ടിക്കൊണ്ടു വന്ന്? അതേപോലത്തെ മോളല്ലേ. എന്തിനാണ് അവരോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത്? എത്ര വിഷമമായിരുന്നു അറിയാലോ കുഞ്ഞിന്. അല്ലമ്മ, എപ്പോഴെങ്കിലും അമ്മ സ്നേഹത്തോടു കൂടി എന്റെ കുഞ്ഞിനോടൊന്ന് പെരുമാറിയിട്ടുണ്ടോ? ഒന്ന് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ സന്ധ്യ 100 വീട് വിളിക്കല്ലോ, ഒന്ന് അമ്മയ്ക്ക് എടുത്ത് കൊടുത്തൂടാ? അല്ല, കല്യാണം കഴിഞ്ഞ് 3 മാസം ആകുമ്പോഴേക്കും അമ്മയ്ക്കായിരുന്നല്ലോ തിരക്ക്. കുഞ്ഞുങ്ങളില്ല, നിങ്ങൾ കുഞ്ഞുങ്ങളാകുന്നില്ലേ പറഞ്ഞിട്ട് തിരക്ക് കൂട്ടിയായിരുന്നല്ലോ. ഇപ്പൊ കുഞ്ഞായപ്പോ അമ്മയ്ക്ക് വേണ്ടാണ്ടായോ? ഈ സമയത്ത് പേരക്കുട്ടികളോട് കളിക്കാൻ പറഞ്ഞാൽ അതൊരു ഭാഗ്യല്ലേ. കുഞ്ഞിന് ഒരു ദിവസം നോക്ക് പറയുമ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാലേ.
അവൾക്ക് അവിടെ വെക്കേഷൻ ആകുമ്പോൾ 2 മാസം അവിടെ പോയിട്ട് കുഞ്ഞിനെ നോക്കാൻ നിൽക്കുമല്ലോ, അതിനൊന്നും ഒരു കുഴപ്പമില്ലമ്മേ. അവളുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ എത്ര നന്നായിട്ട് അമ്മ നോക്കുക. 2 ദിവസം ലീവ് കിട്ടിയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നാൽ കുഞ്ഞ് മെലിഞ്ഞു കറുത്തു കോലം കെട്ടുപോയി പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയാ പറയാ. അമ്മ നോക്കൂല്ല, നന്നായി നോക്കുന്നവരെ 100 കുറ്റം പറയുകയും ചെയ്യില്ലേ. അച്ഛൻ വന്ന് കേൾക്കുമ്പോൾ തന്നെ എന്റെ കുഞ്ഞിനെ പേടിയാ. എന്തിനാ ചെറിയ കുഞ്ഞിന്റെ മനസ്സിൽ ഇപ്പൊ തന്നെ വേദനിപ്പിക്കുന്നത്? ഇനിയെങ്കിലും മകളുടെയും മകന്റെയും കുഞ്ഞിനെ വേർതിരിച്ച് കാണണ്ടേ. എല്ലാവരും ഒരുപോലെ കാണാൻ പഠിക്കമേ. വയസ്സാം കാലത്ത് ആരാ നോക്കാന്നേ പറയാൻ പറ്റില്ല. കുഞ്ഞിക്കോ കഴിച്ച